നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ പിന്നെ വിളിക്കാം. രണ്ടു മണി കഴിഞ്ഞല്ലോ. അവന്തിക ഈ സമയത്ത് ആരോടാ സംസാരിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട്. എന്താ, നിനക്ക് വല്ല വിരോധമുണ്ടോ? എനിക്കൊരു വിരോധവും ഇല്ല. മാഡത്തിനെ വിളിച്ചുണർത്തി ഞാനിത് കാണിച്ചു കൊടുക്കാം. മാഡത്തിന് വിരോധമുണ്ടോ എന്ന് അറിയണമല്ലോ. ഡമീര, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. നീ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നത് ആരോടാണെന്നൊക്കെ എനിക്കറിയാം. ഞാനിത് മാഡത്തിനോട് പറയും. ശരിയല്ലാത്ത എന്ത് കാര്യം കണ്ടാലും അതപ്പ തന്നെ മാഡത്തിനെ അറിയിക്കണമെന്നല്ലേ മാഡത്തിന്റെ ഓർഡർ. ഇതത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവന്തിക, മതി. എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കാ തള്ള. റൂമിലേക്ക് പോവാൻ വാ. നിനക്ക് അസൂയാടി, അസൂയ. വാടി വാ. കൃഷ്ണ, സമയം 2 മണി കഴിഞ്ഞു. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? മാഡം, ഞാൻ ഇവള് കരുണാകരനോട് പെർമിഷൻ വാങ്ങി 5 മണിക്ക് കമ്പനിന്ന് പോയി. എന്നിട്ട് ഇവിടെ എത്തുന്നത് നേരം വെളുക്കാറായപ്പോ. എവിടെയായിരുന്നു ഇത്രയും നേരം ഒന്ന് മാഡം ചോദിച്ചിട്ട് ഇവൾക്ക് ആൻസർ ഇല്ല. പുറത്ത് പറയാൻ കൊള്ളാത്ത എന്തോ ഒരു കാര്യത്തിന് പോയിട്ട് വന്നിരിക്കുകയാണെന്ന് ഇതിന് തന്നെ മനസ്സിലാക്കാമല്ലോ. അതിലെന്താ സംശയം? പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യത്തിന് തന്നെ ഇവള് പോയത്. അതുകൊണ്ടല്ലേ ഗേറ്റ് വഴി വരാതെ മതിൽ ചാടി വന്നത്. ചോദിച്ചത് കേട്ടില്ലേ പാറു? നീ എവിടെയായിരുന്നു ഇത്രയും നേരം? ഗേറ്റ് വഴി വരാതെ മതിൽ ചാടി വന്നത് എന്തിനാ? കണ്ടില്ല മാഡം, പാർവതി ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. ഇവളിത് ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല. മതിൽ ചാടിക്കടന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പിടിക്കപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണെന്ന് മാത്രം. മാഡം ഇനി എത്ര ചോദിച്ചാലും ഇവള് പറയില്ല. ചോദിക്കുന്നതിൽ അർത്ഥവും ഇല്ല. ഈ ഹോസ്റ്റലിന്റെ നിയമം ഇവള് തെറ്റിച്ചു. എവിടെയായിരുന്നു, എന്തിനു പോയതായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഈ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇവൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ഹോസ്റ്റലിന്റെ നിയമം തെറ്റിച്ചവളെ ഇനി ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ ഋതികയെ മാഡം ഇവിടുന്ന് പുറത്താക്കിയത്. അതേ തെറ്റേനല്ലേ ഇവളും ചെയ്തിരിക്കുന്നെ. ഇവൾ ഇവിടുന്ന് പുറത്താക്കും മാഡം. പാറു, ഈ ഹോസ്റ്റലിന്റെ റൂൾസ് നിനക്ക് നന്നായിട്ട് അറിയാം. നീ ചെയ്യുന്നത് തെറ്റാണെന്ന് നിനക്ക് തന്നെ ബോധ്യമുള്ളതുകൊണ്ടല്ലേ ഗേറ്റ് വഴി വരാതെ നീ മതിൽ ചാടി കടന്നു വന്നത്. അതിന് മതിയായൊരു കാരണം ഉണ്ടെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. അത് തുറന്നു പറയാതെ നിന്നെ അകത്തേക്ക് പോകാൻ ഞാൻ അനുവദിക്കില്ല. എന്നുവെച്ചാ ഒരു കാരണം ഉണ്ടെങ്കിൽ ഇവൾക്ക് ഏത് പാതിരാത്രിയിലും ഹോസ്റ്റലിൽ കയറി വരാന്നല്ലേ? മാഡം പ്രശ്നം ഉണ്ടാക്കില്ലെന്ന്. മാഡം ഋതികയെ പുറത്താക്കുമ്പോ കാരണം ചോദിച്ചായിരുന്നോ?
ആ സമയത്ത് ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല. കേട്ടറിഞ്ഞത് വെച്ചിട്ടാ ഞാൻ പറയുന്നത്. രതിക മതിൽ ചാടി വന്നത് ആരോ മൊബൈലിൽ ഷൂട്ട് ചെയ്തു. അത് കണ്ടതും കെട്ടുമാറാപ്പ് എടുത്ത് മാഡ് അവളോട് വിട്ടോളാൻ പറഞ്ഞു. എവിടെ പോയതായിരുന്നെന്നൊന്നും മാഡ് അവളോട് ചോദിച്ചില്ല. ഋതികയെ മാഡത്തിന് ഇഷ്ടമായിരുന്നില്ല, അതുകൊണ്ട് അവളെ പുറത്താക്കി. ഇവള് മാഡത്തിന്റെ കണ്ണിലുണ്ണിയല്ലേ. ഇവിടെ എല്ലാവർക്കും ഒരു നിയമമല്ലെന്ന് ഇതോടെ എനിക്ക് മനസ്സിലായി. ആളും തരവും മാഡത്തിന്റെ മൂഡും അനുസരിച്ച് നിയമം മാറും. ചിലർക്ക് വേണ്ടി ഇവിടുത്തെ റൂൾസിൽ വെള്ളം ചേർക്കും. ഗുപ്ത, ഇവിടെ എല്ലാവർക്കും ഒറ്റ നിയമമേ ഉള്ളൂ. ഋതിക മതിൽ ചാടി വരുന്നത് മാത്രമായിരുന്നില്ല ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഏതോ ഒരു ചെറുപ്പക്കാരൻ അവളെ ബൈക്കിൽ കൊണ്ടുവിടുന്നതും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നു. പാറു മതിൽ ചാടി കടക്കുന്നതല്ലാതെ അങ്ങനെയൊന്നും നീ കണ്ടില്ലല്ലോ. അതാണ് ഇവളുടെ ബുദ്ധി. ഋതിക അവന്റെ ബൈക്കിൽ വന്ന് ഗേറ്റിന് മുന്നിൽ തന്നെ ഇറങ്ങി. പാർവതി കുറച്ചപ്പുറം ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു വന്നു. പാറു കേട്ടില്ലേ? ഇവര് പറയുന്നതൊക്കെ കേട്ടില്ലേ? നീ ഒരു ചീത്ത പെണ്ണാണെന്നാ ഇവര് പറയുന്നതിന്റെ അർത്ഥം. ഗന്ധർവനാണെന്നും പറഞ്ഞ് ഏതോ ഒരുത്തനുമായി ഉണ്ടായ ഇഷ്യൂ കാരണം നിനക്കൊരു ചീത്തപ്പേരുണ്ടായതാ. അതിന്റെ ചൂടാറുന്നതിന് മുൻപ് നീയും പ്രിയനും ഗോഡൌണിൽ കുടുങ്ങിപ്പോയി. അതും വലിയ പ്രശ്നമായി. ഇപ്പൊ ഇതും. നീയൊരു ചീത്ത പെണ്ണാണെന്ന് സ്ഥാപിക്കാൻ നിന്റെ ശത്രുക്കൾക്ക് ഇത്രയൊക്കെ മതി. നീ ചീത്തയല്ലെന്ന് തെളിയിക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാ ചോദിക്കുന്നത്, നീ ഇത്രയും നേരം വരെ എവിടെയായിരുന്നു? സത്യം പറയേ. പറയ് പാറു. എന്റെ നാട്ടിലുള്ള ഒരു കുട്ടിയെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. അവള് ഇവിടെ അടുത്ത് ഒരു കോളേജിൽ പഠിക്കുക. ഞാൻ അവളുടെ കൂടെ അവളുടെ താമസ സ്ഥലത്ത് പോയി. സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല.